ഹായ് നമസ്കാരം എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ലൈഫിൽ വൺസ് എങ്കിലും നിങ്ങൾ എഴുതി നോക്കേണ്ട ഏറ്റവും മികച്ച ഒരു അവസരമുള്ള ഒരു പോസ്റ്റാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ FCIയിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വിവിധ തരം പോസ്റ്റുകൾ. അപ്പോൾ ഈ ഒരു പരീക്ഷ എല്ലാ ഇയറിലും വരും എന്ന് പറയുന്നതല്ലാതെ നമുക്ക് അതിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ഒഫീഷ്യലി ഒരു എന്താണ് പറയുന്നത് ഒരു വേക്കൻസിയുമായി സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാസം തന്നെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. ഈ വർഷം തന്നെ FCIയുടെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് നമുക്കറിയാൻ ഒഫീഷ്യലി നമുക്ക് ഒരു പേപ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് വേക്കൻസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ FCI റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏറ്റവും മികച്ച ഇന്ത്യയിലെ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വരുന്ന ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ് ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നിലവിൽ നമുക്കിതിന് കാറ്റഗറി 1, 2, 3, 4 ഇങ്ങനെ വരുന്ന രീതിയിലുള്ള വേക്കൻസി അത് കാറ്റഗറിയാണ് നമുക്ക് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്റർവ്യൂ നമുക്ക് ബേസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ജോബ് ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്രോസ് ഇന്ത്യ ആണ്. എവിടെ വേണമെങ്കിലും നമുക്ക് കിട്ടാം. ഏറ്റവും മികച്ച ഒരു അവസരം തന്നെയാണ്. ഇനി ഇത് നമുക്ക് പറയാനാണെങ്കിൽ പോസ്റ്റ് വൈസ് ആയിട്ടുള്ള സോൺ വൈസ് ആയിട്ടുള്ള കാറ്റഗറി ഡീറ്റെയിൽ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിലവിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാവർക്കും എല്ലാ കാറ്റഗറി അപേക്ഷിക്കാൻ പറ്റില്ല. ജസ്റ്റ് നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അതിൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലുള്ള വേക്കൻസീസ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കാറ്റഗറിയിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഒരു വേക്കൻസി അനുസരിച്ച് ടോട്ടൽ വേക്കൻസി നമുക്ക് ഇത്ര പറഞ്ഞിട്ടുണ്ട്. ദെൻ ഏകദേശം നമുക്ക് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കിക്കേ, മാനേജർ ജനറൽ വരുന്നുണ്ട്, ഡീപോർട്ട് മാനേജർ വരുന്നുണ്ട്, മൂവ്മെന്റ് വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ളവർക്ക് മിനിമം 60% മാർക്ക് ഉള്ളവർക്ക് ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഡിപ്പോയ് മാനേജറും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് ഇൻ ഡിഗ്രി ഓർ ഇക്വലന്റ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 60% മാർക്ക്. മൂവ്മെന്റിലേക്ക് വരുന്നതും കാൻഡിഡേറ്റ് മസ്റ്റ് ബി എ ഗ്രാജുവേറ്റ് ഡിഗ്രി സെയിം തന്നെയാണ് നമുക്ക് വരുന്നത്. ഓർ CA, ICW, CS. മാനേജർ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് അക്കൗണ്ട്സിലേക്ക് വരുമ്പം അവിടെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ടെക്നിക്കൽ മാനേജറിൽ നമുക്ക് BSc അഗ്രികൾച്ചറോ അല്ലെങ്കിൽ BTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. സിവിൽ എഞ്ചിനീയർ മാനേജിംഗിലേക്ക് വരുമ്പം സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ള ആളുകൾക്ക് അതിൽ തത്തുല്യ യോഗ്യതയുള്ളവർക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഹിന്ദി സ്പെഷ്യൽ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദിയിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി, അതുപോലെ തന്നെ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ആസ് എ സബ്ജക്ട് ഓഫ് ദി ഡിഗ്രി ലെവലിലുള്ളവർക്കും 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും എന്താണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വരുന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് വരുന്നത് മിനിമം 18 ടു മാനേജറിലേക്ക് വരുമ്പം 28 ആണ്. അതുപോലെ 35 നമുക്ക് മാനേജർ ഹിന്ദി ലെവൽ പോസ്റ്റിലേക്കുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് നമുക്ക് ഏജ് റിലാക്സേഷൻ ജനറൽ കാറ്റഗറിക്ക് അല്ലാതെ OBCക്കും SC/STക്കും ഒക്കെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ OBCക്ക് 3 year, SC/STക്ക് 5 വർഷമാണ്. പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള PWD ജനറൽ OBC SC/STക്കൊക്കെ ഏജ് റിലാക്സേഷൻ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ടും എന്തൊക്കെയാണ് നമുക്ക് സെലക്ഷൻ പ്രൊസീജിയേഴ്സ് നോക്കാം. അപ്പോൾ നമ്മൾ മാനേജർ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് ഇത്രയും പറഞ്ഞിരിക്കുന്ന പോസ്റ്റിലേക്ക് നമുക്കൊരു CBT ഉണ്ടാകും. ഇൻ്റർവ്യൂ ആൻഡ് ലാസ്റ്റ് ട്രെയിനിങ്ങിലേക്കാണ് പോകുന്നത്. മാനേജറിലേക്ക് പോകുമ്പം ഓൺലൈൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഇൻ്റർവ്യൂവും തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റഗറി വൈസ് ആയിട്ട് കാറ്റഗറിയിലേക്ക് നമുക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നമ്മളൊരു നോർമൽ SSC ലെവലിലെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അതേ സിലബസ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. അതായത് നമുക്ക് SSC CGLനൊക്കെ പഠിക്കുന്നവർക്ക് സിമ്പിളായിട്ട് ഇത് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 25 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ നമുക്ക് 15 minutes നമുക്ക് സെക്ഷണൽ ടൈമിംഗ് ആയിട്ടാണ് പോകുന്നത്. റീസണിങ്ങിന് 25 മാർക്സ്, ആപ്റ്റിറ്റ്യൂഡിന് 25, GSന് 25, അങ്ങനെ 100 മാർക്കിൻ്റെ എക്സാം നിങ്ങൾക്ക് 60 minutes ആണ് വരുന്നത്. പ്രോപ്പറായിട്ടുള്ള സെക്ഷൻ ടൈമിംഗ് നമുക്ക് ഉണ്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന FCI എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് മുൻപ് നമ്മൾ പഠിക്കാൻ തുടങ്ങുകയാണ് എങ്കിൽ, അതായത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലാകും. അപ്പോൾ അതിന് മുൻപ് തന്നെ
കൃത്യമായിട്ടുള്ള ഒരു സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കുവാണെങ്കിൽ എൻറ്റയർ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് PY ക്ക് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വരുന്ന എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം അവസാനത്തോട് കൂടിയിട്ട് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. ഒഫീഷ്യലി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. FCയുടെ കോഴ്സിൽ ബാച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.